പലരും ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു ശീലം എന്താണെന്നറിയോ? അത് സിഗരറ്റോ, അല്ലെങ്കിൽ പുകവലിയോ, പഞ്ചസാരയോ, അല്ലെങ്കിൽ ജങ്ക് ഫുഡോ ഒന്നുമല്ല. അതിലും അപകടകരമായ ഒരു ശീലമുണ്ട്. അത് മിക്ക ആളുകളും ഇതിനെ ഒരു പ്രശ്നമായി പോലും കാണാറില്ല. ഇനി ഡോക്ടർമാർ പോലും പലപ്പോഴും ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാറില്ല. പക്ഷേ എല്ലാ ദിവസവും ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. ഈ ശീലം എന്താണെന്ന് നോക്കാം. അതായത് ഭക്ഷണങ്ങൾക്കിടയിൽ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് സ്ഥിരമായി സ്നാക്കിംഗ് എന്ന് പറയും. നിങ്ങൾ രാത്രി മുഴുവൻ ചെറിയ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ആണ് അപകടകരമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഓരോ തവണ നിങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉയരുകയും ഇൻസുലിൻ അങ്ങനെ ഉയർന്ന നിലയിൽ തന്നെ തുടരുമ്പോൾ ശരീരത്തിന് നിങ്ങളുടെ ഫാറ്റ് ബേണിങ് കഴിയില്ല. അങ്ങനെ ബ്ലഡ് ഷുഗർ സ്ഥിരമായി ഉയർന്ന നിലയിൽ തുടരുമ്പോൾ നിങ്ങളുടെ ഫാറ്റ് സ്റ്റോറേജ് വീണ്ടും കൂടുകയും ചെയ്യും. ഇതിന്റെ ഫലമായി നിങ്ങളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ വയറിലെ കൊഴുപ്പ്, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ പ്രീ ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ശരീരമാകെ നീർക്കെട്ട് വരിക, ഇവയൊക്കെ വരും. അപ്പോൾ ഞാൻ അധികം ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് പലരും പറയാറുള്ളത്. പക്ഷേ രാവിലെ ഒരു ചായ, അതിനുശേഷം ബിസ്ക്കറ്റ്, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം വൈകിട്ട് ഒരു ചായ അല്ലെങ്കിൽ റസ്ക്, ഇതിനിടയിൽ ചായം എന്തെങ്കിലും ഉം, ഉം, എണ്ണക്കടികളും ഒക്കെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇൻസുലിന് ഒരിക്കലും വിശ്രമം ലഭിക്കുകയില്ല. അപ്പോൾ ഇതിന് പരിഹാരം എന്താണ്? ദിവസത്തിൽ ഒരു 3 നേരം മാത്രം ഭക്ഷണം കഴിക്കുക. ഇടയ്ക്കുള്ള സ്നാക്സ് കുറയ്ക്കുക. നിങ്ങൾക്ക് ഇതിനിടയിൽ കൂടുതൽ വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇടനേരത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ രാത്രി വൈകിയുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഭക്ഷണങ്ങൾക്കിടയിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് നൽകുകയും ചെയ്യുക. നിങ്ങൾ എന്താണ് കഴിക്കുന്നത് അതുപോലെ തന്നെ എത്ര തവണ നിങ്ങൾ കഴിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. കൂടുതൽ ഹെൽത്ത് ടിപ്സ് അറിയാനായി ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.